കാനഡയിൽ ഈ വർഷവും മലയാളികൾ വള്ളംകളി നടത്തുകയാണ്. ഇത് തുടർച്ചയായിട്ട് 16ാമത്തെ വർഷമാണ് വള്ളംകളി നടത്തുന്നത്. കാനഡയിലെ ബ്രാംപ്ടൺ മലയാളി അസോസിയേഷനാണ് ഈ വള്ളംകളി എല്ലാ വർഷവും നടത്തുന്നത്. അവിടെ പ്രൊഫസേഴ്സ് ലേക്കിലാണ് വള്ളംകളി. ആ സംഭവത്തിന് ഒരു ഓർഗനൈസിങ് സെക്രട്ടറിയാണ് കുര്യൻ പ്രക്കാനം. അദ്ദേഹം പ്രസിഡൻറ്റും ചീഫ് ഓർഗനൈസറുമാണ് കാനഡ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ. കാരണം 16 വർഷമായിട്ട് കുര്യൻ പ്രക്കാൻ്റെ നേതൃത്വത്തിൽ ഈ വള്ളംകളി അവിടെ മലയാളികളെല്ലാം ഒത്തുചേർന്ന് സന്തോഷപൂർവ്വം ഓണപ്പാട്ടും പാടി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇത് മിക്കവാറും ലൈവായിട്ടൊക്കെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബ്രാംപ്ടൺ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ട് യോഗേഷ് ഗോപകുമാർ. അദ്ദേഹവും കൃത്യമായി ഇതിനെല്ലാം പിന്തുണ നൽകി അവരുടെ ഒപ്പമുണ്ട്. ഏതായാലും മലയാളി സമാജംകാർ ഒത്തൊരുമയോടെ നീങ്ങുന്നതുകൊണ്ടാണ് നെഹ്റു ട്രോഫി പോലെ കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ അവർക്ക് സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയിലെ വെളിയിലെ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെല്ലാവരും ഒത്തുകൂടും. അതേസമയത്ത് മലയാളികൾ എല്ലാ സ്ഥലങ്ങളിലും അവർ പ്രത്യേകമായിട്ട് ഒത്തുകൂടുകയും ഇതുപോലുള്ള മലയാളത്തിലെ എല്ലാ ആഘോഷങ്ങളും അവരും അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും കാനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി 8-ാം തീയതി വീണ്ടും 16ാമത്തെ വള്ളംകളി നടത്തുകയാണ്. എൻ്റെ എല്ലാ ആശംസകളും കുര്യൻ പ്രക്കാനത്തിനും യോഗേഷ് ഗോപകുമാറിനും ഞാൻ നേരുന്നു.